ഹലോ വെൽക്കം ബാക്ക് ടു അർഷു വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് അച്ചുവേട്ടൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇപ്പോൾ സമയം 6:15 സ്കൂൾ ബസ്സുകളൊക്കെ വന്ന് തുടങ്ങി. ഇവിടെ 7:30ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ചുവേട്ടന് 2 ആഴ്ചത്തേക്ക് 8 മണിക്ക് ബസ് വരത്തുള്ളൂ. 9 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണി തൊട്ട് 3 മണി വരെയാണ് അവർക്ക് ടൈം വന്നേക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പം എല്ലാ സ്കൂളുകളെയും പോലെ തന്നെ ഇവർക്ക് 7:30ക്ക് ക്ലാസ് തുടങ്ങും. 2:15 ക്ലാസ് തീരും. അച്ചുവേട്ടന് രാവിലെ ഉറക്കം പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ പാടാണ് വിളിച്ചുണർത്തുന്നത്. അങ്ങനെ ഇന്ന് തൊട്ട് ആ യുദ്ധം തുടങ്ങുകയാണ്. എന്തായാലും വിളിച്ചുണർത്താം, ടൈം ഒരുപാടായി. അച്ചുട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ചുപ്പനോ എഴുന്നേര്, സ്കൂളിൽ പോണ്ടേ? എന്നിട്ട് ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്നാ സ്കൂളിൽ പോന്നേ? ഹാപ്പിയാണോ? ഒന്ന് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. അടുത്ത കുരുട്ട് കിടക്കുന്ന സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ളതും അതേപോലെ രാവിലെ കഴിച്ചിട്ട് പോകാനുള്ളതും ഒക്കെ ഉണ്ടാക്കുകയാണ് 2 പേർക്കും ഉള്ളത്. അങ്ങനെ അച്ചുവിട്ട് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വെളിയിൽ ബസ്സൊക്കെ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ തന്നെയാണ് അച്ഛൻ്റെയും ബസ് സ്റ്റോപ്പ്. അച്ഛൻ്റെ സ്കൂൾ ബസ് ഇവിടെയാണ് നിർത്തുന്നത്. ഇവിടുന്ന് കയറാൻ ഒരുപാട് കുട്ടികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് സ്റ്റോപ്പ് കൊടുക്കത്തില്ല. എല്ലാ കുട്ടികളെയും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും 1-2 സ്റ്റോപ്പുകളിലായിട്ടായിരിക്കും നിർത്തുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബ്രഷിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തു. വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു. വെള്ളം കുടിയൊക്കെ വലിയ പാടാണ്. 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് മേടിച്ചത്. കാരണം ചൂട് സമയം സ്റ്റാർട്ടായി. വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിക്കട്ടെന്ന് വെച്ച് രാവിലെ തന്നെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് എക്സസൈസൊക്കെ ചെയ്യുകയാണ്. രാവിലെ ഒരു ഇച്ചിരി ചാട്ടം എടുപ്പൊക്കെ ഉള്ളതാണ് എന്നും. ഇന്ന് അച്ഛനും മോനും ബ്രെഡ് സാൻഡ്വിച്ച് കൊടുത്ത് വിടാമെന്നാണ് വിചാരിക്കുന്നത്. കഴിക്കുമോ എന്തോ അറിയില്ല. അച്ചുവിന് വലിയ പാടാണ് ഇങ്ങനത്തെ ആഹാരങ്ങൾ. എല്ലാ ആഹാരങ്ങളും, ചോറ് ഒരു രീതിയിലും കഴിക്കത്തില്ല. കുറച്ച് ബ്രെഡിൽ ന്യൂട്ടെല്ല തേച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അതല്ലാതെ നേരെ ചൊവ്വയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. വെജിറ്റബിൾസൊക്കെ കഴിച്ചോളും. വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സും ഒക്കെ പച്ചയ്ക്ക് റോ ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും. അങ്ങനെയും ഒക്കെ കൊടുത്ത് വേണം. എന്തായാലും ഓരോ ദിവസം ഓരോന്ന് ട്രൈ ചെയ്യുകയാണ്. ഇന്ന് രാവിലെ അങ്ങനെ ഓട്സാണ് കൊടുക്കുന്നത്. ഓട്സ് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വയറ് ഫുള്ളായിട്ട് ഇരുന്നോളും. കുറച്ച് സ്പൂണായാലും കഴിച്ചാൽ മതിയായിരുന്നു. അപ്പം ഒരു ടെൻഷനില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും ഓട്സ് കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ കൊടുത്തു വിടുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്താലും ഓക്കെയാണ്, കുഴപ്പമില്ല. മതിയോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും സ്പൂൺ കഴിച്ചാൽ മതിയോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇഷ്ടമുള്ള ആഹാരം എന്ന് പറയുന്നത് വളരെ റെയറാണ്. എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ആണെങ്കിൽ കഴിക്കും, അല്ലാതൊന്നും വലിയ പാടാണ് കഴിക്കാൻ. ഇവർക്ക് 2 ബ്രേക്കാണ് നോർമലി വരുന്നത്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കും പിന്നെ ഉള്ളത് ഫ്രൂട്ട് ബ്രേക്കുമാണ്. ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തു വിടുന്നത്. ഫ്രൂട്ട് മാത്രം കൊടുത്താലും പാടല്ലേ. ചേട്ടൻ നോർമലി ഇതൊക്കെയാണ് ലഞ്ചിന് കൊണ്ടുപോകുന്നത്. കുറേ പച്ചക്കറിയും അങ്ങനെയൊക്കെയാണ്, ചോറൊന്നും അല്ല കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു ബോക്സും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. അത് ഇതിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ അതിലും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ് വെച്ചേക്കുന്നത്. 2 കുഞ്ഞ് കാടമുട്ടയും അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. ഡ്രസ്സില് അതാ താത്ത വേണം അവിടെ പാൻറ്. റിച്ചു ഗുഡ് മോർണിംഗ്. വേഗം ആവട്ടെ, 7:45 കഴിഞ്ഞ്. പെട്ടെന്നിട്ട് റെഡിയായോ? മുടിയൊന്നും ചീകിയില്ല. വിളക്ക് കത്തിക്കണം. അമ്പറ്റി നല്ലപോലെ തൊഴുത് പ്രാർത്ഥിച്ച് പഠിക്കാൻ ബുദ്ധിയൊക്കെ തരണേ, മിടുക്കനായിട്ടിരിക്കണേ. വേഗാവട്ടെ കേട്ടോ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിര് അവിടെ നിന്ന് പ്രാർത്ഥിര്, തൊഴു. അമ്പറ്റി ശരി പെട്ടാ അങ്ങോട്ട്. ഓക്കെ. ലിച്ചു ചെരുപ്പിട്, ചേട്ടനെ കൊണ്ടാക്കാൻ പോവാം.
ഇങ്ങനെ അടിച്ചിട്ട് ആദ്യമായിട്ട് ഇവിടുത്തെ സ്കൂളിൽ പോവാണേ. ഇറങ്ങ സമയമായി. 8:05 ബസ് വരും. കേട്ടെ. അങ്ങനെ സമയമായി. ഞങ്ങൾ താഴോട്ട് ബസ് കയറുന്നിടത്തോട്ട് പോവാണ്. ചേട്ടൻ ഇന്ന് ഇച്ചിരി ലേറ്റായി. ഇവനെ വിട്ടിട്ട് ആദ്യമായിട്ട് പോവല്ലേ, അപ്പോൾ ഇവൻ പോകുന്നത് കണ്ടിട്ട് നമുക്ക് ചേട്ടൻ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്കൂളിൽ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഡേ ആണെങ്കിലും അവന് ബസ് വരും. ബസ്സിലാണ് വേണ്ടത്. പേരൻസ് ചെല്ലേണ്ട ആവശ്യമില്ല. അവർക്ക് വൈകിട്ട് വരെ ക്ലാസ്സും ഉണ്ട്. വൈകിട്ടല്ല, കറക്റ്റ് ടൈം വരെ ക്ലാസ്സും ഉണ്ട്. അപ്പോഴിങ്ങനെ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോ കുട്ടികളിങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക്, സ്കൂൾ ബസ് വന്ന് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുമുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതലേ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ അച്ഛന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമോ എന്നൊക്കെ. അങ്ങനെ ദൈവം ആ ഒരു ഭാഗ്യം നമുക്ക് തന്നേക്കാണ്. അങ്ങനെ അച്ചൂട്ടനെ നമുക്ക് ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാനായിട്ട് കഴിഞ്ഞു. അച്ഛൻ്റെ ഫസ്റ്റ് ഡേ. ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതല്ലേ? ഇത് തന്നെ 28. അച്ഛൻ ടാറ്റാ. ഇത് തന്നെ. ചേട്ടാ അവനെ വിടി. എന്തി എന്തോ മെട്രോപൊളിറ്റൻ ആട്ടാ ബസ്സിൻ്റെ. അച്ഛന് ടാറ്റ തരാൻ. കയ്യിലൊരു TV ഇരിക്കുന്നു. ടാറ്റ ബൈ ബൈ സി യു. അങ്ങനെ ചേട്ടന് സ്കൂളിൽ പോയി, അച്ഛൻ ഓഫീസിൽ പോയി. ഇനി നമ്മളെവിടെ പോവും? നമ്മൾ വീട്ടിൽ പോവും. കയറിക്കാം. മണ്ണൊക്കെ കൈമാറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് എനിക്കറിയാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, എല്ലാവരും ക്ഷമയോടിരുന്ന് കാണുന്നതിന് ഒരുപാട് നന്ദി. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. ടാറ്റാ പറ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.